പാമ്പുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്ന്, അതിന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒളിയിടങ്ങൾ നമ്മുടെ വീട്ടിന് ചുറ്റും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇഷ്ടികയൊക്കെ കൂട്ടിയിട്ടിരിക്കുക, തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ വീടിന് ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് വന്ന് അതിനകത്തൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീടിന് ചുറ്റും പൊത്തുകളോ മാളങ്ങളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് അതിലേക്ക് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊത്തുകളും മാളങ്ങളും ഒക്കെ നമ്മൾ അടയ്ക്കുക. പാമ്പുകൾ ആഹാരമാക്കുന്ന ജീവിയാണ്. അപ്പോൾ എലി വരാൻ സാധ്യതയുള്ളത് വീടിന് ചുറ്റും ആഹാരത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എലികൾ വരാം. അപ്പോൾ എലികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും വീടിന് ചുറ്റും ഇടാതിരിക്കുക, അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. എലികൾ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കുകയും മാളങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പാമ്പിന് സ്വമേധയാ മാളങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ എലികൾ ഉണ്ടാക്കുന്ന മാളങ്ങൾക്കുള്ളിൽ പാമ്പ് കയറി താമസമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. വീടിന് ചുറ്റും ഈ അടിക്കാടുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ വള്ളിപ്പടർപ്പുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിടുക. പിന്നെ ചൂട് കൂടുതൽ ആയതുകൊണ്ട് മാളങ്ങൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പാമ്പുകളെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തണുപ്പും തണലും ഉള്ള പ്രദേശങ്ങളാണ്. വീടിൻ്റെ മുന്നിൽ ലോണോ അല്ലെങ്കിൽ നമ്മൾ വള്ളിച്ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തിയിട്ടുണ്ട്, ദിവസവും നനയ്ക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു പച്ചപ്പും തണുപ്പും തണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീട്ടിന് ചുറ്റും നമ്മൾ മുന്നിലൊക്കെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടിലേക്കുള്ള എൻട്രി പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വീട്ടിനകത്തേക്ക് പാമ്പുകൾ കടക്കാൻ സാധ്യതയുള്ളത്, ഇപ്പോൾ വാതിൽ തുറന്നിട്ടാൽ വാതിലിലൂടെ അകത്തേക്ക് കയറാം. അപ്പോൾ അനാവശ്യമായി വാതിലും ജനലും ഒന്നും തുറന്നിടാതിരിക്കുക, ആളുള്ള സമയത്ത് മാത്രം തുറന്നിടുക. ഇനി വാതിൽ അടച്ചിട്ടിരുന്നാൽ പോലും എസ്പെഷ്യലി മുൻവാതിലും പിൻവാതിലും അതിൻ്റെ താഴെ ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വിടവുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി ചെറിയ പാമ്പുകൾക്കൊക്കെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ വാതിലിൻ്റെ അടിയിൽ കട്ടില ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫാണ്. പക്ഷേ അടിയിൽ കട്ടില ഇല്ലാത്ത വാതിലിൽ അവിടെ ഒരു വിടവുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മളത് സീൽ ചെയ്യുക, പ്രത്യേകിച്ച് ഈ കുഞ്ഞു പാമ്പുകളെയൊക്കെ കാണപ്പെടുന്ന സീസണിൽ. പിന്നെ വള്ളിച്ചെടികളൊക്കെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് പടർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെ പാമ്പുകൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വള്ളിച്ചെടികൾ വളർത്തുന്നതിന് പ്രശ്നമില്ല, അത് വീടിനുള്ളിലേക്ക് വരാനുള്ള മാർഗ്ഗങ്ങളാകാതിരുന്നാൽ മതി. അതായത് അത് ജനലുമായിട്ടോ അല്ലെങ്കിൽ വാതിലുമായിട്ടോ വീടിനുള്ളിലേക്ക് കടക്കാവുന്ന തരത്തിലുള്ള എയർ ഹോളുമായിട്ടോ വെന്റിലേറ്ററുമായിട്ടോ ഒന്നും ഒരു കണക്ഷൻ വരാതെ നോക്കുക. അത്തരം വള്ളിച്ചെടികൾ അതിലേക്കൊക്കെ പടർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഭാഗം ക്രോപ്പ് ചെയ്ത് നിർത്തുക. വള്ളിച്ചെടികളിലൂടെ കയറി വരാൻ പറ്റുന്ന ചില പാമ്പുകൾക്ക് അത്തരത്തിലുള്ള കഴിവുണ്ടാവും, എല്ലാ പാമ്പുകൾക്കും അങ്ങനെ പറ്റില്ല.